ശബരിമലയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിക്കാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളുടെ ആത്മീയ കേന്ദ്രമായ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യതന്ത്രി കണ്ഠർ രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളെയും പൊതുസമൂഹത്തെയും ഒരേപോലെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തയായിരുന്നു ശബരിമല തന്ത്രി കണ്ഠർ രാജീവരുടെ അറസ്റ്റ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കുന്ന വ്യാജേന ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോയി തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ തന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചതോടെയാണ് ക്രൈംബ്രാഞ്ച് ഈ നിർണായക നടപടിയിലേക്ക് നീങ്ങിയത്. തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയ തന്ത്രിയുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും മറ്റ് പ്രതികളുടെ വെളിപ്പെടുത്തലുകളുമാണ് അറസ്റ്റിലേക്ക് നയിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം വളരെ രഹസ്യമായും തന്ത്രപരമായുമാണ് ഈ കേസിൽ നീങ്ങിയത്. തന്ത്രി രാജീവർക്കെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി തന്ത്രിക്കെതിരെ വലിയ തെളിവായി മാറി. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒന്നാം പ്രതിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് തന്ത്രിയാണെന്നും തന്ത്രിയുടെ ഉറപ്പിന്മേലാണ് സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്നുമാണ് പത്മകുമാർ മൊഴി നൽകിയത്. തന്ത്രപരമായ നീക്കത്തിലൂടെ തന്ത്രിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം SIT ഒഴിവാക്കി. പത്മകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിച്ച വേളയിൽ പോലും തന്ത്രിയുടെ പങ്ക് സംബന്ധിച്ച വിവരങ്ങൾ കോടതിയിൽ മുദ്രവെച്ച കവറിലാണ് അന്വേഷണ സംഘം സമർപ്പിച്ചത്. ഇത് തന്ത്രി മുൻകൂട്ടി നിയമപരിരക്ഷ തേടുന്നത് തടയാൻ സഹായിച്ചു. കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുമുണ്ട്. ശബരിമലയിലെ ആചാരപരമായ കാര്യങ്ങളിൽ ഉന്നത അധികാരം കൈയാളുന്ന തന്ത്രി പോറ്റിയെ കീഴ്ശാന്തി എന്ന നിലയിൽ മാത്രമല്ല, സ്പോൺസർ എന്ന നിലയിലും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി മിനുക്കുപണികൾ നടത്താൻ അനുമതി നൽകിയതിനാൽ തന്ത്രി ഒപ്പുവെച്ച 3 രേഖകൾ സംശയാസ്പദമാണെന്ന റിപ്പോർട്ടുമുണ്ട്. പോറ്റി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും സ്വർണം കടത്തുന്നതിനെക്കുറിച്ചും തന്ത്രിക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നുവെന്നും ഇതിനായി തന്ത്രി വഴിവിട്ട സഹായങ്ങൾ നൽകിയെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. പോറ്റി തന്ത്രിയുടെ ആറന്മുളയിലുള്ള വീട്ടിൽ നിത്യസന്ദർശകനായിരുന്നുവെന്ന പത്മകുമാറിന്റെ വെളിപ്പെടുത്തലും ഈ ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നു. ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന ഒരാളെന്ന നിലയിൽ തന്ത്രി ഒരു പൊതുപ്രവർത്തകൻ എന്ന പരിധിയിൽ വരുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. അതിനാൽ തന്നെ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ തന്ത്രിക്കെതിരെ പ്രയോഗിക്കാൻ നിയമ തടസ്സമില്ല. ആചാരപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ ബാധ്യസ്ഥനായ വ്യക്തി സാമ്പത്തിക ലാഭത്തിനായി തന്റെ അധികാരം ദുരുപയോഗം ചെയ്തു എന്നതാണ് പ്രോസിക്യൂഷൻ ഉയർത്തുന്ന പ്രധാന വാദം. സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് പിന്നാലെ കേന്ദ്ര ഏജൻസിയായ EDയും കേസ് ഏറ്റെടുത്തത് പ്രതികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ED കൊച്ചി യൂണിറ്റ് ECIR രജിസ്റ്റർ ചെയ്തു. ശബരിമലയിലെ സ്വർണം വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയോ എന്നും ഇതുവഴി ലഭിച്ച പണം ഹവാല മാർഗങ്ങളിലൂടെ വെളുപ്പിച്ചോ എന്നുമാണ് ED പ്രധാനമായും അന്വേഷിക്കുന്നത്. ചെന്നൈയിലെ പങ്കജ് ഭട്ടാരി, വെള്ളാരിയിലെ ഗോവർദ്ധൻ എന്നിവരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ അന്താരാഷ്ട്ര മാനങ്ങൾ ഉള്ളതാണെന്നും ED സംശയിക്കുന്നു. PMLA പ്രകാരം കേസ് എടുത്തതോടെ പ്രതികളുടെ അനധികൃത സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. തന്ത്രിയുടെയും മറ്റ് പ്രതികളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഇതിനോടകം തന്നെ നിരീക്ഷണത്തിലാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട കേസായതിനാൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇതിനെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. നേരത്തെ വിജിലൻസ് കോടതി രേഖകൾ കൈമാറാൻ വിസമ്മതിച്ചിരുന്നുവെങ്കിലും ED ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി തേടി. സമാന്തര അന്വേഷണം കേസിലെ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ ഇടയാക്കരുതെന്ന കർശന നിർദ്ദേശത്തോടെയാണ് കോടതി രേഖകൾ നൽകാൻ ഉത്തരവിട്ടത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചത് തന്നെ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ്. ശബരിമല തന്ത്രി അറസ്റ്റിലാകുന്നത് ഭക്തലക്ഷ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാനസിക ആഘാതമാണ്. ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ വാക്കാകേണ്ട വ്യക്തി ക്രിമിനൽ കേസിൽ കുടുങ്ങുമ്പോൾ അത് ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയെ ബാധിക്കുമോ എന്ന ആശങ്ക പലരും പങ്കുവയ്ക്കുന്നു. ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ നിയമനങ്ങളും ഉദ്യോഗസ്ഥ അഴിമതിയും ശബരിമലയെ ഒരു കച്ചവട കേന്ദ്രമാക്കുന്നു എന്ന ആരോപണത്തിന് ഈ സംഭവം ബലം നൽകുന്നു. അതേസമയം കുറ്റവാളികൾ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണമെന്നും ക്ഷേത്രത്തിന്റെ സ്വത്ത് മോഷ്ടിച്ചവർക്ക് മാപ്പില്ലെന്നും ഒരു വിഭാഗം വിശ്വാസികൾ വാദിക്കുന്നു. തന്ത്രിയുടെ അറസ്റ്റോടെ ശബരിമലയിലെ ആചാരപരമായ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ദേവസ്വം ബോർഡ് നിർബന്ധിതരാകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേവലം ഒരു മോഷണ കേസ് എന്നതിലുപരി കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, ആത്മീയ മണ്ഡലങ്ങളെ പിടിച്ചുലയ്ക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. തന്ത്രി കണ്ഠർ രാജീവരുടെ അറസ്റ്റ് ഈ അന്വേഷണത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ്. EDയും ക്രൈംബ്രാഞ്ചും സംയുക്തമായി നടത്തുന്ന നീക്കങ്ങളിലൂടെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ വമ്പൻ സ്രാവുകൾ ഉടൻ പുറത്തുവരുമെന്നാണ് സൂചന. ഭക്തരുടെ മറവിൽ അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് നിയമം നൽകുന്ന തിരിച്ചടിയായി ഈ കേസിനെ കാണാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി രാജീവർക്കും മുൻ പ്രസിഡന്റ് പത്മകുമാറിനും പുറമെ ദേവസ്വം ബോർഡിലെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിന്റെ നിഴലിലാണ്. ഒരു സംഘടിത കുറ്റകൃത്യത്തിന്റെ സ്വഭാവമുള്ള ഈ കേസിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ച വിവരങ്ങളും നിരവധിയാണ്. കേസിൽ പ്രതിപട്ടികയിലുള്ള പ്രധാനികളിൽ ഒരാളാണ് ദേവസ്വം ഉദ്യോഗസ്ഥനായ മുരാരി ബാബു.
ദേവസ്വം ബോർഡിന്റെ പല നിർണായക തീരുമാനങ്ങളിലും ഇദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുമുണ്ട്. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കടത്തുന്നതിനുള്ള രേഖകൾ തയ്യാറാക്കുന്നതിലും നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തുന്നതിലും ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്നാണ് സൂചന. നേരത്തെ നൽകിയ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ദേവസ്വം ബോർഡിന്റെ സ്വന്തം വിജിലൻസ് വിഭാഗത്തിലെ ചില ഉദ്യോഗസ്ഥരും സംശയത്തിന്റെ നിഴലിലാണ്. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇവർ ബോധപൂർവം അവഗണിച്ചുവെന്ന ആരോപണമുണ്ട്. സ്വർണത്തിന്റെ അളവിലും ഗുണനിലവാരത്തിലും കൃത്രിമം കാട്ടിയപ്പോൾ ഉദ്യോഗസ്ഥർ അത് കണ്ടില്ലെന്ന് നടിച്ചു. ശബരിമലയിലെ സ്പോൺസർഷിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകിയതായും SIT കണ്ടെത്തിയിട്ടുണ്ട്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തെ സ്പോൺസറായി അംഗീകരിക്കുന്നതിൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി. ഈ ഇടപാടുകളിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ തുക കൈക്കൂലിയായി ലഭിച്ചിട്ടുണ്ടോ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. കൂടാതെ സ്ട്രോങ് റൂമിന്റെയും ആഭരണങ്ങളുടെയും ചുമതലയുണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥർ തന്ത്രിയുടെയും പത്മകുമാറിന്റെയും നിർദ്ദേശപ്രകാരം രേഖകളിൽ തിരിമറി നടത്തിയെന്നും സംശയിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന.